കാലത്തെ ഇതൊന്ന് വൃത്തിയാക്കാമെന്നും പറഞ്ഞ് ചെന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത് ഒരുപാട് മീൻ കുഞ്ഞുങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് ഇന്നിപ്പോൾ വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ അതുങ്ങളൊക്കെ ചത്തുപോകും. കാരണം കല്ലിൻ്റെ ഇടയിലൊക്കെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അറിയില്ലല്ലോ. അപ്പോൾ കുറച്ച് ദിവസം കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ച് അതുങ്ങൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ തന്നെ യുവന്മാരുടെ അടുത്തേക്ക് വന്നിട്ടോ. ഇതൊരു 7-8 കൊല്ലമായി എൻ്റെ അടുത്തുള്ള മീനുകളാട്ടോ. അപ്പോൾ ഇവർക്ക് ഓക്സിജനും വേണ്ട, ഫുഡും ഒരു 4-5 ദിവസം ഇട്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പമില്ല, പാവങ്ങളാട്ടോ. അത് കഴിഞ്ഞപ്പോൾ ദേണ്ട ഒരാൾ എഴഞ്ഞെഴഞ്ഞു വരുന്നു. അപ്പം നല്ല ഹാപ്പി മൂഡിലാണ് വരുന്നത്. അത് പിന്നെ കുഴപ്പമില്ല, ചിലപ്പോൾ ചിണുങ്ങിക്കൊണ്ടൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം നമ്മുടെ മൂഡും ഇച്ചിരി ഓഫാവും. അത് കഴിഞ്ഞാൽ പിന്നെ മക്കളുടെ അടുത്ത് കളിയും ചിരിയൊക്കെ ആയി. അപ്പോൾ ഫാൻ ഓഫാക്കിയില്ലേന്ന് ചോദിച്ചപ്പോൾ ചേച്ചി പോയി ഓഫാക്കിയാൽ മതി, ചേച്ചിക്ക് വേറെ പണിയൊന്നും ഇല്ലല്ലോ എന്നാണ് ഈ പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇവർ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു, കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞ് പെട്ടെന്ന് സ്കൂളിലോട്ട് വിടാമെന്ന് വിചാരിച്ചു. കാരണം അപ്പോഴത്തേനും മഴയൊക്കെ തൂളാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർക്ക് സ്കൂളിൻ്റെ അകത്ത് വരെ കൊണ്ടുപോയി വിടാനുള്ള ഇതുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷേ എനിക്ക് വീട്ടിലോട്ട് ഇറങ്ങാൻ പറ്റിയില്ല, ഭയങ്കര മഴയായിരുന്നു, ഞാൻ കുടയെടുത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നോക്കുമ്പോൾ ദേണ്ടിയവന്മാർ മിസ്റ്റിയും ഹാരിയും കേട്ടോ, നല്ല കുറുമ്പന്മാരാണേ, അതാണ് ഇവരെ കൂട്ടിലിട്ടേക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അപ്പോഴാണ് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് മോളുടെ കുപ്പി പൊട്ടിയ കാര്യം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മസ്കത്തിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്, ഇവർ കളിച്ചപ്പോഴെങ്ങാണ്ട് പൊട്ടിയതാണ്. അപ്പോൾ ഞാൻ ഓൺലൈനിൽ ഒരെണ്ണം എക്സ്ട്രാ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ഒരാളുടെ മുഖം ഇപ്പോൾ വാടിയേനെ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ നഴ്സറിയിലാക്കി. അപ്പോഴത്തേനും നല്ല വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇച്ചിരി ഫ്രൂട്ട്സും വെജിറ്റബിളും വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനും എൻ്റെ നെയ്ബർ കൂട്ടുകാരിയും കൂടെ ചെന്നു. അപ്പോൾ ഇതൊരു കുഞ്ഞി കടയാണേ, പക്ഷേ ഒരുപാട് ഫ്രൂട്ട്സ് വെജിറ്റബിളും നല്ല ഫ്രഷ് ആയിട്ട് അയാൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ എനിക്കൊരു മാങ്ങയും കഴുകി തന്നു, അത് ഞാൻ അങ്ങനെ കഴിച്ചു. പിന്നെ വീട്ടിൽ വന്ന് അരി കഴുകി കഞ്ഞി ഉണ്ടാക്കി. പിന്നെ കുറച്ച് തുണിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അലക്കിയിട്ടു. അപ്പോഴത്തേനും സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ. എത്ര പെട്ടെന്ന് സമയം പോകുന്നതെന്നറിയില്ല. പക്ഷേ ഈ മാസം പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ സ്കൂളിലെത്തി. ഒരു 2 മിനിറ്റ് വൈകിട്ടോ. ഇവളുടെ കൂട്ടുകാരി പോയി, അമ്മ എന്താ വൈകിയെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചിണുങ്ങിക്കൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ മിഠായിയൊക്കെ മേടിച്ച് തരാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ഇച്ചിരി തിളക്കമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ കടയിൽ പോയി കുറച്ച് മിഠായിയൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ വന്നു കേട്ടോ. അപ്പോഴത്തേനും ഞാൻ ഇച്ചിരി വഴുതനങ്ങ മേടിച്ചതുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കറി എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് യൂട്യൂബിൽ തപ്പിയപ്പോഴാണ് ഈ റെസിപ്പി കാണുന്നത്. നല്ല ഉപ്പും പുളിയും എരിവും മധുരവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി കറി. കഞ്ഞിക്ക് വേറെ ഒന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഒരു മുട്ടയും കൂടി പൊരിച്ചു ഞങ്ങൾ ചോറുണ്ട്. നല്ല ടേസ്റ്റായിട്ടുണ്ടായിരുന്ന കറി കേട്ടോ. അപ്പോൾ അടുത്ത പ്രാവശ്യം റെസിപ്പി ഇടാം. ബൈ ഫ്രണ്ട്.